ഇന്നത്തെ വീഡിയോ രാസപരിണാമത്തെക്കുറിച്ച്. ഭൂമി ഖരാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ വാതക ദ്രാവക ഖരമൂലക കണങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഹൈഡ്രജൻ നൈട്രജനുമായി സംയോജിച്ച് അമോണിയ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായി സംയോജിച്ച് നീരാവി ഉണ്ടാകുന്നു. ഹൈഡ്രജൻ കാർബണുമായി സംയോജിച്ച് മിഥേൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ അമോണിയ മിഥേൻ നീരാവി എന്നിവ ഭൂമിയെ ആവരണം ചെയ്തപ്പോൾ ഭൂമിക്കൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിൽ ഉണ്ടായ വാതകങ്ങൾ പ്രതിപ്രവർത്തിച്ച് അമിനോ ആസിഡുകൾ പോലുള്ള ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നു. ഭൗമാന്തരീക്ഷത്തിൽ ഉണ്ടായ നീരാവി തണുത്ത് വർഷങ്ങളോളം നീണ്ട മഴയിൽ സമുദ്രങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി. അജൈവിക സംയുക്ത സംശ്ലേഷണത്തിലൂടെ അന്തരീക്ഷത്തിൽ രൂപം കൊണ്ട ജൈവ തന്മാത്രകൾ മഴവെള്ളത്തിൽ ലയിച്ച് സമുദ്രത്തിൽ എത്തിച്ചേരുകയും സമുദ്രത്തിൽ നിരന്തരമായ രാസപരിണാമം നടക്കുകയും ചെയ്യുന്നു. രാസപരിണാമ ഫലമായി വിവിധ തരത്തിലുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് നൈട്രജൻ ബേസുകൾ ഉണ്ടാകുന്നു. നൈട്രജൻ ബേസുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകുന്നു. ന്യൂക്ലിയോടൈഡുകളിൽ നിന്ന് RNAയുടെ സങ്കീർണ തന്മാത്രാ കണങ്ങൾ ഉണ്ടാകുന്നു. RNAയുടെ സങ്കീർണ തന്മാത്രാ കണങ്ങൾ രാസപരിണാമത്താൽ മാംസ്യ തന്മാത്രാ കണമായി മാറുന്നു. മാംസ്യ തന്മാത്രാ കണം അനേകം പകർപ്പുകളെ സൃഷ്ടിച്ച് സമുദ്രജലത്തിൽ വളർച്ച പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോസ്ഫറസ്, പഞ്ചസാര, കാർബൺ, സൾഫർ, നൈട്രജൻ സംയുക്തങ്ങൾ എന്നിവയിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകും. ന്യൂക്ലിക് ആസിഡിൽ നിന്ന് നൈട്രജൻ ബേസുകൾ ഉണ്ടാകുന്നു. നൈട്രജൻ ബേസുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകും. ന്യൂക്ലിയോടൈഡുകളിൽ നിന്ന് DNA-യുടെ സങ്കീർണ തന്മാത്രാ കണങ്ങൾ ഉണ്ടാകും. DNA-യുടെ സങ്കീർണ തന്മാത്രാ കണങ്ങൾ രാസപരിണാമത്താൽ സമുദ്രജലത്തിൽ വളർച്ച പൂർത്തിയാക്കി നിൽക്കുമ്പോൾ അനേകം പകർപ്പുകളെ സൃഷ്ടിച്ച് സമുദ്രജലത്തിൽ വളർച്ച പൂർത്തിയാക്കി നിൽക്കുന്ന മാംസ്യ തന്മാത്രാ കണത്തിനുള്ളിലേക്ക് DNA-യുടെ ആകസ്മിക സാഹചര്യങ്ങളിൽ DNA-യുടെ സങ്കീർണ തന്മാത്രാ കണങ്ങൾ പ്രവേശിക്കാൻ ഇടയാവുകയും അവ തമ്മിൽ സംയോജിച്ച് ജീവലോകത്ത് ജീവൻ്റെ ആദ്യ ജീവകണമായ ജീനുകൾ ഉണ്ടാകും.